ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വലിയ വിശേഷങ്ങളിലേക്ക് എല്ലാവരും ഓടിച്ചാടി വേഗം വായോ. അപ്പോൾ ഒരു തലക്കെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു പോവാട്ടോ. രാവിലെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് കൂടെ തന്നെ ഞാൻ തീയും പിടിപ്പിച്ച് വെച്ചിരുന്നു. അപ്പോൾ ഇന്ന് പെട്ടെന്ന് ചോറൊക്കെ ഉണ്ടാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ തീയൊക്കെ പിടിപ്പിച്ച് ചോറൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈം കൊണ്ട് ഉമ്മ അകത്ത് നിന്ന് ദോശയും കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് വേഗം മുറ്റത്ത് കൂടെ ഒക്കെ ഒന്ന് ഓടി നടന്ന് അടിച്ച് വാരി പിന്നെ ആശ്വാസമായിട്ട് ഇരുന്ന് 2 ദോശയും അതേപോലെ ഉരുളങ്കിഴങ്ങ് ഉടച്ച കറിയും കട്ടനൊക്കെ കഴിച്ചു. ഈ ഒരു ആശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയും ഞാൻ സ്പീഡിൽ ഓട്ട മത്സരം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ വേഗം തന്നെ സോപ്പ് പൊടിയിൽ രാവിലെ തന്നെ ഇട്ട് വെച്ചിരുന്നു. ആ ഡ്രസ്സൊക്കെ ഒന്ന് തിരുമ്പി അയലിട്ടിട്ടില്ല, തിരുമ്പി വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേഗം ഒന്ന് അകം അടിച്ച് വാരിയിട്ടു. ബാക്കി തുടക്കലും അതേപോലെ ഡ്രസ്സ് അയലിടലൊക്കെ വന്നിട്ട് കാരണം ഒരു 10-10:45 ബസ് വരും. ആ ഒരു ടൈം കൊണ്ട് തന്നെ ആ ഒരു താഴത്തുനിന്ന് മുകളിലേക്ക് കയറി നിൽക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വന്നത് എൻ്റെ തറവാട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ധൃതിക്ക് വേഗം കയറി വരും കേട്ടോ ഞാൻ. അപ്പോൾ നേരത്തെ തന്നെ വന്നു ഞാൻ. അപ്പോൾ ബസ് വരാനുള്ള ടൈമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തറവാട്ടിൽ താത്തണ്ട്, താത്താൻ്റെ കുട്ടീനെ സ്കൂളിൽ ചേർക്കാനുണ്ട് കേട്ടോ, ഇനി 1ാം ക്ലാസ്സിലേക്ക്. അപ്പോൾ ഐസ് കുട്ടീനെ അതേപോലെ LKGയിൽ ചേർത്താനാണ്. ആ ഒരു തത്തപ്പാടിനാണ് ഇന്ന് രാവിലെ തന്നെ ഒരുങ്ങി കെട്ടി ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ബസ്സിന് നിന്നില്ല. അപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെ പഠിച്ച ഒരു ചെറുക്കനുണ്ടായിരുന്നു, ഓൻ്റെ ഒരു ഓട്ടോ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓന് കാടാമ്പുഴയ്ക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൽ കയറിയിട്ട് ഇങ്ങോട്ട് പോന്നു. അങ്ങനെ ഞങ്ങൾ കാടാമ്പുഴ വന്നിട്ട് ഐസ് കുട്ടിക്ക് ഫോട്ടോ വേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ 2 ഫോട്ടോൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഓൻ്റെ ചെറുപ്പത്തിലുള്ളൊരു ഒറ്റ ഫോട്ടോ ഉണ്ടായിരുന്നു. അതിമൊന്ന് പ്രിൻ്റ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് ഫസ്റ്റ്. പിന്നെ വളരെ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള ഫോട്ടോ ആയതുകൊണ്ട് തന്നെ അതിന് ഓനെ കൃത്യമായിട്ട് മനസ്സിലാവണില്ല. അപ്പത്തോനും രാവും പകലും വ്യത്യാസം ഉണ്ടായതുകൊണ്ട് സ്റ്റുഡിയോയിൽ കയറിയിട്ട് പുതിയൊരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഓൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പിയൊക്കെ വേണ്ടിയിരുന്നു കേട്ടോ. അങ്ങനെ കോപ്പി എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏതായാലും കാടാമ്പുഴ വരെ വന്നു. അല്ലെങ്കിൽ കാടാമ്പുഴയ്ക്ക് വരേണ്ട ആവശ്യമില്ല, പകുതിക്ക് തന്നെ നമുക്ക് സ്കൂളിൽ എത്താൻ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഹൈസ് കുട്ടി അവിടെ കടേൻ്റെ അവിടെ ഒന്ന് കിടന്ന് ചീറി ഓനക്ക് ലേസ് വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങി കൊടുത്തു. പിന്നെ ഞങ്ങൾ നടന്നിട്ടാണ് സ്കൂളിൽ അങ്ങോട്ട് പോയത്. പിന്നെ വണ്ടി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാണ് മക്കളെ ഞാൻ പഠിച്ച കാടാമ്പുഴ LP സ്കൂൾ കേട്ടോ. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവന് നടക്കാതെ ഒരടി നടക്കാതെ എന്നെ കൊണ്ട് ഇടിപ്പിച്ചിട്ടൊക്കെയാണ് വന്നത്. അങ്ങനെ ഞാനും ഓനെടുത്തിട്ട് ഇതാ സ്കൂളിൽ അവിടെ എത്തി. ഓനക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇതാണ് ഉമ്മ പഠിച്ച സ്കൂൾ എന്നൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ബസ്സുകളൊക്കെ ഇതാ നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി ഓനെ ചേർക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാണേ. ഐസുകുട്ടിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഓനക്ക് അംഗനവാടിയിൽ വരെ പോണത് ഇഷ്ടമല്ല അതിന് കേട്ടോ. അപ്പോൾ ഓൻ പറയുന്നത് പെരയിലൊന്നും ഞാൻ വലുതായിക്കൊണ്ട് സ്കൂളിലൊന്നും പോകണ്ട, അവനക്ക് വലിയ കാക്കൊക്കെ ആവണം, പക്ഷേ സ്കൂളിലൊന്നും പോകണില്ല എന്നിട്ടാ. അങ്ങനെ ഞാൻ ഒരുവിധം സമാധാനപ്പെടുത്തി വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ 2 വട്ടം തിരിച്ചു പോയ ആളാണ്. ഇവിടെ എത്തിയപ്പോൾ എൻ്റെ കാക്കാൻ്റെ മോനുണ്ടായിരുന്നു കേട്ടോ. ഓന് ഞങ്ങളെ കണ്ടപ്പോൾ നിങ്ങളെന്താ അവിടെ വന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഹൈസീൻ്റെ അവിടെ എത്തിയപ്പോൾ പിന്നെ കിളിയൊക്കെ പോയിട്ട് ഒന്നും മിണ്ടുന്നില്ല. ഓൻ്റെ വിചാരം ഓൻ എന്തെന്നെ അവിടെ പിടിച്ചിരുത്തും എന്നുള്ള ആൾക്ക് ആകെ പേടിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഈ ക്ലാസ്സിലാണ് നമ്മൾ ചേർത്താൻ വേണ്ടിയിട്ട് കയറുന്നത്. ഇവിടെ എന്നിട്ട് താത്താൻ്റെ മോനുള്ളത് അജിനാസ്. അപ്പോൾ ഓന് ഞങ്ങളെ കണ്ടപ്പോൾ തൊട്ട് പിന്നെ ഓൻ്റെ കിളിയും പോയി. ഓനക്ക് ഞങ്ങളെ കൂടെ വരണം. ഓൻ പിന്നെ ഭയങ്കര കരച്ചിലായി, കണ്ണിലൊക്കെ വെള്ളം നിറച്ച് വിതുമ്പാൻ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്. ഐസിനാണെങ്കിലോ പേടിച്ച് ഭയന്ന് നിൽക്കുകയാണ്. ഞങ്ങളിപ്പോൾ അവനെ ഇവിടെ നിർത്തുന്നത് ആ ബെഞ്ചിമ് കയറി ഇരിക്കണതാണ് കേട്ടോ ആള്. ഓൻ ഇതപ്പം തന്നെ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ഓൻ്റെ ടീച്ചർ ഇത് അപ്പുറത്തേക്ക് ഞങ്ങൾ ചേർക്കാൻ വന്നാണെന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ എടുത്തുകൊണ്ടിരാൻ പോയതാണ്. അപ്പോൾ ക്ലാസ്സിലൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ട് പലതും ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് പ്രൂഫായിട്ട് കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞാൽ ആധാർ കാർഡിൻ്റെ കോപ്പി, റേഷൻ കാർഡിൻ്റെ കോപ്പി, അതേപോലെ തന്നെ 2 ഫോട്ടോ കുട്ടീൻ്റെ, പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഇട്ടാൽ അത് മാത്രമാണ് ആവശ്യമുള്ളത്. അങ്ങനെ ചേർത്തലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ തിരിച്ച് പോവാണ്. അപ്പോൾ ഐസിന് ഇതാ വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി പഠിച്ചോനെ എന്നുള്ള ഒരു ഇതിൽ ഓടുന്നുണ്ട്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇനി ഇവിടെ എവിടെയെങ്കിലും ഉമ്മച്ചിനെ അവിടെ ഇരുത്തുമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ഏറ്റവും തലക്കുള്ള ക്ലാസ് ചെയ്യുന്നു കേട്ടോ ഞങ്ങളെ ക്ലാസ്. 4ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ 4ത്തെ പിന്നെ 3ഒക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ ക്ലാസ് ചെയ്യുന്നത്. ഇപ്പോഴാണ് ഞാൻ ഈ ഒരു ക്ലിപ്പ് കാണുന്നത് കേട്ടോ. കുട്ടികളെല്ലാവരും താറാവിൻ്റെ കൂടെ ഓടുന്നത് ഇവർക്ക് PT പീരീഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഞാൻ അന്നേരം ഒന്നും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ സ്കൂളിലേന്ന് ഇറങ്ങി. ഇനി തിരിച്ച് പോകാനും ഇനി റോട്ടിൻ്റെ അടുക്ക് പോകാൻ കുറച്ച് ഇവിടുന്ന് നടന്നാൽ മതി കേട്ടോ. അപ്പോൾ തുവപ്പാറം എത്തും. പിന്നെ അവിടുന്ന് നമ്മളെ വീടിൻ്റെ അടുക്ക് കുറച്ചേ ഉള്ളല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ക്ലാസ്സിൻ്റെ ബാക്ക് വശം. അതൊക്കെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. കാരണം കുട്ടികളും ടീച്ചർമാരൊക്കെ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുക. ഞാനൊരു സഞ്ചിയും കവറൊക്കെ എടുത്ത് വന്നതാണ് കേട്ടോ. എൻ്റെ ഡീറ്റെയിൽസ് വെക്കാനുള്ള പ്രൂഫൊക്കെ വെക്കാനുള്ള കവറേനു അത്. അപ്പോൾ ഐസുകുട്ടി തിരിച്ച് വരുമ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. വണ്ടി കാത്തുക്കുമ്പോൾ അവിടെ ഒരു ഗേറ്റുമൊക്കെ തൂങ്ങി പിടിച്ച് നിൽക്കുന്നുണ്ട്. വീട്ടിലെത്തിയപ്പോൾ പിന്നെ വൈകിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. പാത്രം കഴുകാനും തുടക്കാനും ഭക്ഷണം കഴിക്കാനും കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് ബോണ്ടല്ല ഉണ്ടപ്പോരി ഉണ്ടാക്കിയിരുന്നു. ഇങ്ങനെ ബോണ്ടാന്നും പറയുമല്ലോ അതിന്, അതൊക്കെ കഴിക്കണം. അപ്പോൾ ഇനി വന്നിട്ടുണ്ട് ഇന്നും ഞാനും ഹൈസിനൊക്കെ അവിടെ ഇരുന്നിട്ട് ചായ ഒന്നുമില്ല കേട്ടോ, പച്ചവെള്ളമാണ്. അപ്പം അമ്മ ഒരു വീഡിയോ കണ്ടുക്കണം, ഒരു കലക്ടർ പറയുന്ന കേട്ടോ മധുരട്ടത് കുടിക്കരുത്, എണ്ണയിലുള്ളത് തിന്നരുത്, എന്നിട്ട് എണ്ണയിലുള്ളതാണ് ഈ തിന്നണത്. അപ്പോൾ മധുരട്ട ചായ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചെറിയ വലിയ വിശേഷങ്ങൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. ബൈ.